ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള ഒരു വിയറ്റ്നാമിക് ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം വോങ് നഹി. മൂവിയുടെ ഒരു വൺലൈൻ നോക്കുകയാണെങ്കിൽ കഥയിലെ ഹീറോയിൻ്റെ അനിയത്തി കോളേജിൽ പഠിക്കുന്ന ടൈമിൽ പ്രഗ്നൻ്റ് ആവുകയാണ്. ആ കുഞ്ഞിനെ വളർത്താൻ കഴിയാത്ത കാരണം അവരതിനെ അബോർഷൻ ചെയ്ത് കളയാണ്. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ ഗോസ്റ്റ് വന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അവരോരോ ദിവസവും പേടിച്ച് ജീവിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഹീറോയിനും അവളുടെ അനിയത്തിയും കൂടിയിട്ട് ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയിൻ്റെ സിസ്റ്റർ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ പ്രഗ്നൻ്റ് ആയി അത് അബോർഷൻ ചെയ്യാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അനിയത്തിയും അതിന് സമ്മതിക്കുകയാണ്. ഡോക്ടർ അബോർഷൻ ചെയ്യണതായിട്ടും കാണിക്കുകയാണ്. അബോർഷൻ ചെയ്യുമ്പോൾ അനിയത്തി വേദനയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് സഹിക്കാൻ കഴിയാതെ ഹീറോയിൻ പുറത്തേക്ക് ഓടി വരികയാണ്. സ്റ്റെപ്പിൽ അവൾ വന്നിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് കരയണ സൗണ്ടാണ് അവൾക്ക് കേൾക്കണത്. ഹീറോയിനും ഭയത്തോട് കൂടിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് അടുത്ത സീനിൽ ഹീറോയിൻ്റെ വീട്ടിലെ വേലക്കാരി പൂജ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. അവരുടെ അടുത്തായിട്ട് ഹീറോയിന് നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ്. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടിയാണ്, അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വേലക്കാരി പറയാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് ഹീറോയിനും പറയാണ്. പെട്ടെന്ന് തന്നെ ഒരു കാറ്റടിക്കുകയാണ്. അടുത്തുണ്ടായിരുന്ന ഊഞ്ഞാല് ആടാനും തുടങ്ങുകയാണ്. അങ്ങനെയൊന്നും പറയരുത്, ഇപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആത്മാക്കൾക്ക് ദേഷ്യം വന്നിരിക്കണമെന്ന് വേലക്കാരിയും പറയാണ്. അവർ ഊഞ്ഞാലിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഇവരോട് ക്ഷമിക്കണം, ഇവരറിവില്ലാതെ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ട് ഊഞ്ഞാലിൻ്റെ അടുത്തായിട്ട് പോയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഊഞ്ഞാലിൻ്റെ ആട്ടം നിൽക്കുകയാണ്. കണ്ടില്ലേ, അവർ ശാന്തായെന്ന് വേലക്കാരിയും പറയാണ്. ഹീറോയിനും ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് പോവാണ്. നീ എന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കാന്ന് ആത്മാവിനോട് സംസാരിക്കുന്നത് പോലെ ഊഞ്ഞാലിനെ നോക്കിക്കൊണ്ട് വേലക്കാരി പറയാണ്. ഇത് കേട്ടത് ഹീറോയിൻ്റെ ഫേസും വല്ലാതെ ചേഞ്ച് ആവുകയാണ്. നൈറ്റ് ടൈം ആവുകയാണ്. അന്നാണ് ഹീറോയുടെയും ഹീറോയിൻ്റെയും 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. വീട്ടിൽ തന്നെ അവരത് ആഘോഷിക്കുകയാണ്. അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേലക്കാരി വന്നിട്ട് നിങ്ങൾ നല്ല ജോഡികളാണ്, പക്ഷേ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാത്തത് മാത്രമാണ് എനിക്ക് സങ്കടം എന്ന് പറയാണ്. അത്രയും നേരം സന്തോഷത്തോടെ ഇരുന്ന ഹീറോയിനും വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഹീറോയ്ക്കും ഹീറോയിനും വിഷമായെന്ന് മനസ്സിലാക്കിയ വേലക്കാരി അവരോട് ക്ഷമയും പറയാണ്. ഹീറോയിനും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവളോട് അവിടെ നിന്ന് പോവാനായിട്ട് പറയാണ്. എല്ലാവരും ഇങ്ങനെ ആഘോഷണം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കണ കാരനാണ് നല്ല ആൾക്കാർക്ക് പോലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വൈകുന്നതെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. ഹീറോയിന്റെ ഫേസും വല്ലാതെ ചേഞ്ച് ആയിട്ട് അവൾ കുടിച്ചുകൊണ്ടിരുന്ന വൈൻ അവളുടെ ദേഹത്തേക്ക് തന്നെ വീഴാണ്. ഹീറോയും അത് തുടച്ചു കൊടുക്കാനായിട്ട് വരുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ വാഷ്റൂമിലേക്ക് പോവാണ്. അവൾ അവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടിയുടെ രൂപം ക്രോസ് ചെയ്തു പോകുന്നതായിട്ട് കണ്ടിട്ട് ഹീറോയിൻ ഭയത്തിൽ തിരിഞ്ഞു നോക്കുകയാണ്. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റൂമിലായിട്ട് ഒരു പാവക്കുട്ടി ഇരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ആ പാവ ഹീറോയിനെ അമ്മ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞ് വിളിക്കുകയാണ്. ഇത് കണ്ട് ഹീറോയിനും ഭയപ്പെടുകയാണ്. പേടിയോടുകൂടി പോയിട്ട് ആ പാവ എടുക്കുകയാണ്. അവിടേക്ക് ഹീറോ വന്നിട്ട് ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ്, ഇത് സംസാരിക്കുന്നും പാട്ട് പാടുന്നൊക്കെ ഹീറോയിനോട് പറയാണ്. നിനക്ക് വേണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കാമെന്നും പറയാണ്. ഹീറോയിനും അത് വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേലക്കാരി അവിടേക്ക് വന്നിട്ട് ഡിന്നർ പകുതി കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ ഒരു കോള് വരികയാണ്. ഹീറോയെ കഴിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ട് ഹീറോയിൻ കോൾ അറ്റൻഡ് ചെയ്യാണ്. ഹീറോയിൻ്റെ ആൻറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. അവളുടെ അനിയത്തിനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറയാണ്. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കോള് കട്ട് ചെയ്യാണ്. അടുത്ത സീനിൽ ഹീറോയിനും അനിയത്തിയും കൂടിയിട്ട് ഫസ്റ്റ് ടൈം അബോർഷൻ ചെയ്യാനായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവരെയാണ് കാണിക്കുന്നത്. അവരെ മകൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഡോക്ടറുടെ മകന് എന്തോ ഒരു വലിയ മാരകമായ അസുഖം വന്നേക്കാണ്. ഡോക്ടർ വരുമ്പോൾ അവനടുത്ത ബെഡിലെ ഒരു കുട്ടിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ മകന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റ് അവനെടുത്ത് കൊടുക്കുകയാണ്. ഞാനും ഒരു ഗിഫ്റ്റ് അമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വരച്ചൊരു ഡ്രോയിങ് എടുത്തിട്ട് കാണിക്കുകയാണ്. ഡോക്ടറും മകനും കടൽ തീരത്ത് നിന്ന് പട്ടം പറത്തുന്നതാണ് അവൻ വരച്ചിരിക്കുന്നത്. ഡോക്ടർക്ക് അത് കാണുമ്പോൾ നല്ല സന്തോഷമാവുകയാണ്. വളരെ നന്നായിട്ടുണ്ടെന്ന് അവനോട് പറയാണ്. ഈ സമയത്ത് തന്നെ മകൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ്. അത് കണ്ടിട്ട് ഡോക്ടറും ഭയപ്പെടുകയാണ്. അവനും അവിടെ മയങ്ങി വീഴുകയാണ്. അടുത്തതായിട്ട് ഹീറോയിൻ അവളുടെ അനിയത്തിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. ഡോർ അടഞ്ഞു കിടക്കുകയാണ്. അനിയത്തിയാണെങ്കിൽ അകത്തുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഹീറോയിൻ പുറത്ത് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ പുറത്തു പോയ അനിയത്തി തിരിച്ചു വരികയാണ്. അവർ രണ്ടുപേരും അകത്തേക്ക് പോവാണ്. നിന്റെ അമ്മ എനിക്ക് കോൾ ചെയ്തിരുന്നു, നീ എന്താ കോൾ എടുക്കാത്തതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അടുത്തായിട്ട് ഒരു ഓഫനേജ് ആണ് കാണിക്കുന്നത്. ആ ഓഫനേജിൻ്റെ ഓണറെ കാണിക്കുകയാണ്. അവരുടെ അടുത്തായിട്ട് ഒരു സ്ത്രീ കയ്യിലൊരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ്.
ഞാനിവിടുന്ന് പോവാണെന്ന് ആ സ്ത്രീ ഓണർ ലേഡിയോട് പറയാണ്. കുഞ്ഞിന്റെ പാലുകുടി ഇതുവരെ മാറിയിട്ടില്ല, അതുവരെയെങ്കിലും നിൽക്കാനായിട്ട് ഓണർ ലേഡി പറയാണ്. അത് വലിയ പ്രശ്നമാവും, പറ്റില്ല എന്ന് ആ സ്ത്രീയും പറയാണ്. ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് പോവാന്ന് ഓണർ ലേഡി പറയുമ്പോൾ ആ സ്ത്രീയും അതിന് സമ്മതിക്കുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് അവരകത്തേക്ക് പോവാണ്. അടുത്തതായിട്ട് ഹീറോയിനെ സിസ്റ്ററെയാണ് കാണിക്കണത്. അനിയത്തിയുടെ റൂമിൽ പൂജ ചെയ്യുന്ന പോലെയുള്ള സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്താ, നീ എന്താ ഈ ചെയ്തു വെച്ചേക്കണെന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. ഞാൻ അബോർഷൻ ചെയ്തു വന്നത് മുതൽ എവിടെ നോക്കിയാലും രക്തവും കുഞ്ഞിന്റെ കരച്ചിലെല്ലാണ് കേൾക്കണത്, എനിക്ക് ഉറങ്ങാൻ പോലും കഴിയണില്ല എന്ന് അനിയത്തി പറയാണ്. ഞാൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാരണം ഞാനാണ് ഇതിനെല്ലാം കാരണമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ഹീറോയിൻ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ഇതിനെല്ലാം കാരണം നീയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് വലിയ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവളെ കരയാൻ തുടങ്ങുകയാണ്. ഈ കാര്യത്തിനല്ല നീ കരയേണ്ടത്, ഈ അബോർഷൻ ചെയ്ത കാര്യത്തിനല്ല നീ കരയേണ്ടത്, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീ പ്രഗ്നൻ്റ് ആയി, അതിന് നീ കരയാനായിട്ട് ഹീറോയിൻ പറയാണ്. നിന്റെ അമ്മയ്ക്ക് ഹാർട്ടിൽ പ്രോബ്ലം ഉള്ള കാര്യം നിനക്കറിയില്ലേ? നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നിട്ട് ആ കുഞ്ഞിനെ വളർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ച് നോക്കാനായിട്ട് ഹീറോയിൻ പറയാണ്. നീ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു എന്ന് അനിയത്തിയും പറയാണ്. നീയാണ് ഈ തീരുമാനം എടുത്തത്, നിന്നോട് ചോദിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഹീറോയിനും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ പൂജ ചെയ്യാൻ വെച്ചിരുന്ന സാധനങ്ങളും പാവയുമെല്ലാം നിലത്തേക്ക് വന്ന് വീഴുകയാണ്. അവർ രണ്ടുപേരും ഷോക്ക് ആവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ തിരിച്ച് കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പുറകിലെ സീറ്റില് ഒരു പെൺകുട്ടിയുടെ ഗോസ്റ്റ് ഇരിക്കുന്നതായി കണ്ണാടിയിലൂടെ കണ്ട് പേടിച്ച് വണ്ടി നിർത്തി നോക്കുമ്പോൾ പുറകില് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പേടിയോട് കൂടിയിട്ട് ഹീറോയിൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോ വാങ്ങിക്കൊണ്ടുവന്ന പാവ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നതായിട്ട് കാണുകയാണ്. ഹീറോയിൻ വേഗം വന്നിട്ട് അത് ഓഫാക്കി വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ മാഡം എന്ന് ആരോ വിളിക്കുകയാണ്. ഹീറോയിനും പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അത് വേലക്കാരി ആയിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ കറണ്ട് കെട്ടുണ്ടാവും, ഹീറോ വരാനും ലേറ്റ് ആകും, അതുകൊണ്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ ആ പാവയെ കൊണ്ടുപോയിട്ട് കബോർഡിൽ വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ കറണ്ട് പോവാണ്. ഹീറോയിനും പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഈ സമയത്ത് ഒരു കുട്ടിയുടെ ഗോസ്റ്റ് ഹീറോയിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലത്തുകൂടി ഒരു കുഞ്ഞിന്റെ ഗോസ്റ്റ് ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണിക്കുകയാണ്. ഗോസ്റ്റിനെ കണ്ട് ഭയന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവളെ ഉണർത്തുകയാണ്. അത് ഹീറോയിന് വന്ന ഒരു സ്വപ്നമായിരുന്നു. ഹീറോ അവളെ സമാധാനപ്പെടുത്തുകയാണ്. കട്ടിലില് ഹീറോ കൊടുത്ത പാവ ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് ഞാൻ കബോർഡിലാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വലിച്ചെറിയാണ്. അടുത്ത ദിവസം ആ പാവ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ അവിടെ നിന്ന് പോയതിനു ശേഷം വേസ്റ്റ് ബാസ്ക്കറ്റ് ആടുന്ന പോലെയും ഒരു കുഞ്ഞിന്റെ കരച്ചിലും കേൾക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അടുത്തതായിട്ട് ആ ഓർഫനേജിന്റെ ഓണർ ലേഡി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ആ ലേഡിയുടെ അടുത്തേക്ക് ഒരു നേഴ്സ് വന്നിട്ട് കവറിൽ എന്തോ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇവിടെ സെക്യൂരിറ്റീസൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, കുറച്ച് സൂക്ഷിക്കണമെന്നും അവർ പറയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ വരികയാണ്. അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. ഡോക്ടറും അത് കണ്ട പോലെ കാണിക്കാതെ അവിടെ നിന്ന് പോവാണ്. ഓർഫനേജിന്റെ ഓണർ ലേഡിയും അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോവാണ്. നേഴ്സ് ഡോക്ടറെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണം, ആരെങ്കിലും കണ്ടാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് ഡോക്ടർ നേഴ്സിനോട് പറയാണ്. ഇപ്പോഴാണ് കാണിക്കണത് ഓർഫനേജിന്റെ ഓണർ ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് വാങ്ങിക്കൊണ്ടുവന്നതെന്ന്. അവിടെ അബോർഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ശരീരം അവരിവിടെ കൊണ്ടുവന്നിട്ട് ശരിയായ രീതിയിൽ അടക്കം ചെയ്യുന്നതായിട്ടാണ് കാണിക്കണത്. അവിടെ ഇതുപോലെ കുറേ അധികം കല്ലറകളുള്ളതായിട്ടും കാണിക്കുകയാണ്. അടുത്തതായിട്ട് ഹീറോയിന്റെ വീട്ടിലാണ് കാണിക്കണത്. നൈറ്റ് ടൈമിൽ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അവിടെ കറണ്ടും ഇല്ല. വേലക്കാരിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഡോർ ആരോ തട്ടുന്ന സൗണ്ട് കേട്ടിട്ട് അവർ എഴുന്നേറ്റ് പോയി നോക്കുകയാണ്. പുറത്ത് പക്ഷേ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവരവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുഞ്ഞിന്റെ ഗോസ്റ്റ് നിലത്തൂടെ പോകുന്നതായിട്ട് കാണുകയാണ്. അതെന്താണെന്ന് നോക്കാനായിട്ട് വേലക്കാരി അതിന്റെ പിന്നാലെ മുകളിലേക്ക് പോവാണ്. ഈ വേലക്കാരിക്ക് ഗോസ്റ്റിലും കാര്യത്തിലൊക്കെ വലിയ വിശ്വാസമൊക്കെ ഉള്ള ഒരാളായ കാരണം കാലിനിടയിലൂടെ നോക്കിയാൽ ഗോസ്റ്റിനെ കാണാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അങ്ങനെ നോക്കിയാൽ ഗോസ്റ്റിനെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് അവർ കാലിനിടയിലൂടെ ഗോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അവിടെ ഒരു ഗോസ്റ്റിനെ കണ്ട് പേടിച്ചിട്ട് സ്റ്റെപ്പിലൂടെ നിലത്തേക്ക് വീഴുകയാണ്. നടന്ന കാര്യങ്ങൾ വേലക്കാരി അടുത്ത ദിവസം ഹീറോയിനോട് പറയാണ്. പടിക്കെട്ടിൽ നിന്ന് തലകീഴായി നോക്കിയാൽ ഇങ്ങനെയെല്ലാം നടക്കുന്ന ഹീറോയിനും പറയാണ്. ഇതൊക്കെ പറഞ്ഞെങ്കിലും ഹീറോയിനും ഇവിടെ എന്തൊക്കെയോ തെറ്റി നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാണ്. ഇതേ സമയം തന്നെ അവരുടെ റൂമിന്റെ ഡോറും അടയാണ്. രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. അടുത്തതായിട്ട് ഹീറോയിൻ ഒരു മന്ത്രവാദിയെ കാണാനായിട്ട് വരികയാണ്. നിങ്ങൾ നശിപ്പിച്ച ആ കുഞ്ഞിന്റെ ആത്മാവ് തന്നെയായിരിക്കും അതെന്ന് അയാൾ പറയാണ്. എന്നിട്ടൊരു മന്ത്രത്തകിട് എടുത്ത് കൊടുത്തിട്ട് ഇത് വീടിന്റെ മുൻപിൽ കൊണ്ട് വെക്കാനായിട്ട് പറയാണ്. പിന്നെ നിന്റെ മുടിയും രക്തവും വേണം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ അത് ഇല്ലാതാക്കാന്ന് പറയാണ്. ഹീറോയിനും അയാൾ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാണ്.
ഹീറോയിനെ തകിട് കൊണ്ടുപോയിട്ട് വീടിന് മുൻപിലായിട്ട് വെക്കുകയാണ്. ഇതേ സമയം തന്നെ ആ പെൺകുട്ടിയുടെ ഗോസ്റ്റും വീട്ടിൽ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഗോസ്റ്റ് പോയെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും വേലക്കാരിയും സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഹീറോ അവിടേക്ക് വന്നിട്ട് നീ കുറച്ചായി വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്, പിന്നെ രാവിലെ ഛർദ്ദിക്കണമുണ്ട്, നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്ന് പറയാണ്. ഹീറോയ്ക്കും ഹീറോയിനും വലിയ സന്തോഷമാണ്. അടുത്തതായിട്ട് ഡോക്ടർ അവരുടെ മകനെ കാണാനായിട്ട് വരികയാണ്. മകന്റെ അടുത്ത ബെഡിലുണ്ടായിരുന്ന കുട്ടിയെ അവിടെ കാണാനുമില്ല. നേഴ്സ് അവിടേക്ക് വന്നിട്ട് ആ പയ്യൻ മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ തീരെ ഫുഡ് കഴിക്കണില്ല എന്ന് പറയാണ്. ഡോക്ടറും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അടുത്തതായിട്ട് കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷത്തിൽ കുഞ്ഞിനായിട്ട് ഹീറോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ്. അതെല്ലാം ആളുകൾ അകത്തേക്ക് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഹീറോയും പുറത്ത് കൊണ്ടുവന്ന് തൂക്കിയിരിക്കുന്ന മന്ത്രത്തകിട് ഹീറോ ശ്രദ്ധിക്കണത്. അങ്ങനെ കുറച്ചുനാള് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാണ്. അടുത്തതായിട്ട് ഹീറോയിൻ പിയാനോ വായിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഈ സമയത്ത് നിലത്തൂടെ ഒരു കുഞ്ഞിന്റെ ഗോസ്റ്റ് പോകുന്നതായും കുഞ്ഞിന്റെ ചിരിയും കേൾക്കുകയാണ്. ഹീറോയിനും ഷോക്കാവുകയാണ്. എന്നാലും അത് തന്റെ തോന്നലാണെന്ന് കരുതിയിട്ട് പിന്നെയും പിയാനോ വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മുകളിൽ നിന്ന് പിന്നെയും ഇതേ ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ കുഞ്ഞിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന റൂമിലേക്ക് പോയി നോക്കുകയാണ്. അവിടെയുള്ള കളിപ്പാട്ടങ്ങളെല്ലാം ചിതറി കിടക്കുന്നതായിട്ട് കണ്ടിട്ട് അവളും പേടിയോട് കൂടിയിട്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തൊട്ടിലെ ആടാൻ തുടങ്ങുകയാണ്. അവള് പേടിയോട് കൂടി പോയിട്ട് അത് ആടുന്നത് നിർത്തുകയാണ്. ഹീറോ കൊടുത്ത ആ പാവയുടെ സൗണ്ട് അമ്മ എന്ന് കേൾക്കുകയാണ്. പാവയുടെ പാട്ടും കേൾക്കുകയാണ്. ഹീറോയിൻ ഭയത്തോടു കൂടി പോയിട്ട് കബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ പാവ ഇപ്പോൾ കബോർഡിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഹീറോയിൻ വല്ലാതെ ഭയപ്പെടുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന ഹീറോയിന്റെ അടുത്തേക്ക് ആ കുഞ്ഞിന്റെ ഗോസ്റ്റ് വരികയാണ്. ഹീറോയിന്റെ വയറിനുള്ളിലേക്ക് അത് കയറിപ്പോകുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയിനും വല്ലാതെ ഭയത്തിൽ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടാണ് ഹീറോ എഴുന്നേൽക്കുന്നത്. ഇതെല്ലാം തന്നെ ഹീറോയിൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു. ഹീറോ അവളെ സമാധാനപ്പെടുത്തുകയാണ്. ഹീറോയിൻ വേഗം തന്നെ കുഞ്ഞിനായി ഒരുക്കിയ റൂമിലേക്ക് പോയി നോക്കുകയാണ്. ഇപ്പോൾ ആ റൂം നന്നായി തന്നെയാണ് ഇരിക്കുന്നത്. കബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ പാവ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞതാണ്, ഇത് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. ഞാനാണ് ഇതിവിടെ കൊണ്ടുവച്ചത്, ഇതിന് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ എന്ന് വേലക്കാരി പറയാണ്. ഇതിനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ പാവയെ എടുത്ത് വലിച്ചെറിയാണ്. ഹീറോയും അവളെ സമാധാനപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. അവരവിടുന്ന് പോയതിന് പിന്നാലെ ആ തൊട്ടില് ആടുന്നതായിട്ടും കാണിക്കുകയാണ്. അടുത്ത ദിവസം ഹീറോ ജോലിക്ക് പോകാൻ നേരത്ത് ഹീറോയിൻ അവനെ യാത്രയാക്കിയിട്ട് അകത്തേക്ക് വരാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് മന്ത്രത്തകിട് അവിടെ ഇല്ലാത്ത കാര്യം ശ്രദ്ധിക്കണത്. വേലക്കാരിയെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ അവൾക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ നടന്നൊന്നും സ്വപ്നമായിരുന്നില്ല. ആ ഗോസ്റ്റ് പിന്നെയും വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്ന കാര്യം ഹീറോയിന് മനസ്സിലാവാണ്. ഓഫീസില് ഹീറോയെ കാണിക്കുകയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തകിട് കയ്യിൽ വെച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാനായിട്ട് അവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനിക്കാത്ത കുഞ്ഞിന്റെ ആത്മാവിനെ വീടിനുള്ളിലേക്ക് കയറാൻ അനുവദിക്കാത്ത തകിടാണെന്ന് അവന് മനസ്സിലാവുകയാണ്. അടുത്തതായിട്ട് ഹീറോയിൻ കുഞ്ഞിന്റെ റൂമിലേക്ക് പോയിട്ട് കബോർഡിൽ നോക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഹീറോയിന്റെ വയറ്റിലുള്ള കുഞ്ഞ് ഇടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവൾക്ക് വല്ലാതെ വേദന വരികയാണ്. നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സൗണ്ട് കേട്ടിട്ട് വേലക്കാരി അവിടേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ നിലത്ത് വീണ് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എന്തു പറ്റിയെന്ന് വേലക്കാരി ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ ഹീറോയിൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേലക്കാരി ഈ വിവരം ഹീറോയെ വിളിച്ച് അറിയിക്കുകയാണ്. ഹീറോ വീട്ടിലേക്ക് വന്നിട്ട് എന്താണ് സംഭവിച്ചത്, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല, നമ്മുടെ കുഞ്ഞ് ഒന്ന് അനങ്ങിയതാണ്, ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം അല്ലേ, അത് കാരണം ഞാനൊന്ന് പേടിച്ചു പോയിന്ന് ഹീറോയിനും പറയാണ്. നീ എന്തിനെങ്കിലും പേടിക്കുന്നുണ്ടോന്ന് ഹീറോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് ഹീറോയിനും പറയാണ്. ഹീറോ കയ്യിലുള്ള തകിട് കാണിച്ചിട്ട് പിന്നെ എന്തിനാ ഈ തകിട് വീടിന്റെ മുൻപിൽ കൊണ്ട് വെച്ചിരിക്കണേന്ന് ഹീറോ ചോദിക്കുകയാണ്. ഈ തകിടുള്ളത് നമ്മുടെ കുടുംബത്തിന് നല്ലതാണ്, നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കാര്യം മറയ്ക്കാനായിട്ട് ഹീറോയിൻ ശ്രമിക്കുകയാണ്. ഇത് എന്ത് തകിടാണെന്ന കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഹീറോ പറയാണ്. ഹീറോയിനും ഇനി ഒളിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയോട് പറയാണ്. അടുത്തതായിട്ട് ഡോക്ടറെയും മകനെയും കാണിക്കുകയാണ്. മകൻ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അവിടേക്ക് വന്നിട്ട് മകനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കാണിക്കുകയാണ്. ഇവിടെ വീട്ടില് ഹീറോയിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുട്ടികളില്ലാത്ത ടൈമിൽ തന്നെ നീ അനിയത്തെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അവൾക്ക് അബോർഷൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അടുത്ത ദിവസം തന്നെ ഹീറോയെ സമാധാനപ്പെടുത്താനായിട്ട് ഓഫീസിലേക്ക് വരികയാണ്. ഹീറോ അവളോട് ദേഷ്യപ്പെട്ടിട്ട് നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പുറത്തു വന്ന ഹീറോയിൻ മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. ആ കുഞ്ഞിന്റെ ഗോസ്റ്റിനെ മുഴുവനായിട്ട് നശിപ്പിക്കണം, അല്ലെങ്കിൽ അത് നിന്റെ കുടുംബത്തെ തന്നെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നു പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരികയാണ്. ഇപ്പോൾ തന്റെ വയറ്റിലുള്ള കുഞ്ഞ് ആ ഗോസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്.
ഹീറോയിൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആ ഓർഫനേജിന്റെ ഓണർ ലേഡി വരികയാണ്. ഹീറോയിൻ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കണ കണ്ടിട്ട് ആ ലേഡി ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ കുഞ്ഞിനെ വളർത്താനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ദേഷ്യം വരികയാണ്. നിങ്ങളൊന്ന് ഇവിടെ നിന്ന് പോവാനായിട്ട് പറയാണ്. ആ ലേഡി അവരുടെ കയ്യിലുണ്ടായിരുന്ന പൂർണ്ണ വളർച്ച എത്താത്ത ഒരു കുഞ്ഞിന്റെ ശരീരം എടുത്ത് കാണിച്ചിട്ട് നിന്നെ പോലുള്ള സ്ത്രീകൾ അബോർഷൻ ചെയ്യുന്ന കാരനാണ് ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം അടക്കം ചെയ്യപ്പെടുന്നതെന്ന് പറയാണ്. ഇത് കണ്ടാൽ നിന്റെ മനസ്സ് മാറുമെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഹീറോയിൻ അത് കണ്ടതും ഛർദി വന്നിട്ട് നിലത്തേക്ക് വീഴാണ്. എന്നിട്ട് അവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഓടിപ്പോവാണ്. ഹീറോ വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയിനെ സമാധാനപ്പെടുത്തുകയാണ്. പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്. രണ്ടുപേരും സമാധാനമായിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. സ്വപ്നത്തിലെ ഒരു ചെറിയ കുട്ടിയോടൊപ്പം ഹീറോയിനും സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അവള് കാണുകയാണ്. അടുത്ത ദിവസം TV-യിൽ ഹീറോയിൻ പോയി കണ്ട മന്ത്രവാദി വ്യാജനാണെന്ന് പറഞ്ഞിട്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയിനും അത് കണ്ടിട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഓർഫനേജിലാണ് കാണിക്കണത്. അവിടെ ഒരു ലേഡിയുടെ അടുത്ത് ഒരാഴ്ചത്തേക്ക് കുഞ്ഞിന് പാല് കൊടുത്തിട്ട് പോകാമെന്ന് ഓണർ ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ലേഡി വന്നിട്ട് ഒരാഴ്ചയായി ഞാൻ ഇനി വീട്ടിലേക്ക് പോവാണ്, ഈ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഓണറിന് വല്ലാതെ സന്തോഷമാവാണ്. കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് വരാനായിട്ട് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഡോക്ടറുടെ മകൻ്റെ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും മോശമായി വരികയാണ്. അവസാനം ഡോക്ടറുടെ മകൻ മരിച്ചു പോവാണ്. പിന്നെ കാണിക്കണത് ഹീറോയെയും ഹീറോയിനെയാണ്. അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു മാളിലേക്ക് വന്നിരിക്കുകയാണ്. ഹീറോയിൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അവിടെ ഒരു പെണ്ണ് ഹീറോയിനോട് സംസാരിക്കുകയാണ്. ഹീറോയിൻ്റെ പേരെല്ലാം പറഞ്ഞിട്ട് അത് നീയല്ലേ എന്ന് ചോദിക്കുകയാണ്. നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ പറയാണ്. ഹീറോയിനാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് എനിക്കിതിനെ കാണാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇപ്പോഴാണ് ആ പെണ്ണ് ആരാന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കണത്. ഹീറോയിനും മോളിൽ കണ്ട ആ പെണ്ണും ഫ്രണ്ട്സ് ആയിരുന്നു. ഹീറോയിനും ആ പെണ്ണും 3 ബോയ്സും കൂടി ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത് തന്നെ ആ പെണ്ണായിരുന്നു. അവിടെ വെച്ചിട്ട് ആ പയ്യന്മാര് ഹീറോയിനെ റേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഹീറോയിന് അവളോട് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ അന്ന് നൈറ്റ് ഹീറോയിൻ സ്വപ്നം കാണുകയാണ്. വല്ലാതെ ബഹളം വയ്ക്കുകയാണ്. ഹീറോയും അവളെ സമാധാനിപ്പിക്കുകയാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോയിൻ്റെ ഡ്രസ്സ് മുഴുവനും ബ്ലഡ് ആയേക്കാണ്. ഹീറോ വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഡോക്ടർ വന്നിട്ട് ഹീറോയോട് സംസാരിക്കുകയാണ്. ആരൊക്കെയോ ഹീറോയിനെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യവും ആ സമയത്ത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നും അത് അവൾ അബോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഹീറോയോട് സംസാരിക്കുകയാണ്. ഹീറോയിൻ്റെ ബോഡി വല്ലാതെ വീക്കാണ്. ഈ പ്രഗ്നൻസിയിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു, ജനിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാവുമെന്നും പറയാണ്. ഈ കുഞ്ഞിനെയും അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറയുമ്പോൾ ഹീറോ വല്ലാതെ ഷോക്ക് ആവുകയാണ്. പോകുന്ന വഴിക്ക് കാര്യങ്ങളെല്ലാം ഹീറോയിൻ ഹീറോയോട് പറയാണ്. അവരന്ന് എന്നോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഒരു വഴിയും ഇല്ലാതെ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞതെന്ന് പറയാണ്. നമ്മുടെ ഈ കുഞ്ഞിനെയും നീ അബോർട്ട് ചെയ്ത് കളയണമെന്ന് ഹീറോ പറയുമ്പോൾ അത് കേട്ടിട്ട് ഷോക്കായിട്ട് ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് ഹീറോയിൻ പറയാണ്. നമ്മളിത് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവളോട് വല്ലാതെ ദേഷ്യപ്പെടാണ്. അവർ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ വെച്ച് അവർക്ക് ആക്സിഡൻ്റ് ഉണ്ടാവുകയാണ്. ഹീറോയിൻ പിന്നെ കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അവളുടെ വയറ്റിൽ ഇപ്പോൾ കുഞ്ഞില്ല. അവിടെ ഒരു നേഴ്സ് പോകുന്നത് കണ്ടിട്ട് ഹീറോയിൻ ആ നേഴ്സിൻ്റെ പിന്നാലെ പോവാണ്. പോകുന്ന വഴിക്ക് അവൾ നിലത്തേക്ക് മയങ്ങി വീഴാണ്. അനിയത്തിയും അവിടേക്ക് വന്നിട്ട് ഹീറോയിൻ്റെ അടുത്തിരുന്ന് കരയുന്നതായിട്ട് കാണിക്കുകയാണ്. പിന്നീട് ഹീറോയിൻ കണ്ണു തുറക്കുന്നത് വീട്ടിലാണ്. ബെഡിൽ നോക്കുമ്പോൾ ഹീറോ ഇല്ല. ഹീറോയിൻ റൂമിന് പുറത്തേക്ക് വരുമ്പോൾ വേലക്കാരി അവിടെ ഒരു ഫോട്ടോയുടെ മുൻപിലായിട്ടിരുന്ന് കരയാണ്. ആ നടന്ന ആക്സിഡന്റിൽ ഹീറോ മരിച്ചു പോയി എന്നാണ് തോന്നണത്. ഇതെല്ലാം എൻ്റെ തെറ്റാണ്, ആ ആക്സിഡന്റിൽ ഞാനാണ് മരിച്ചു പോവേണ്ടിയിരുന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹീറോയിൻ ഒരു മരച്ചൂട്ടിൽ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവിടേക്ക് ആ പെൺകുട്ടി വരികയാണ്. ഹീറോയിൻ അവളുടെ കയ്യിൽ തൊട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ നിന്നെ കാണുന്നത്, ഞാൻ ഇപ്പോഴാണ് നിന്നെ തൊടുന്നത്, നീ ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ കുട്ടി മരത്തിന് പിന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടേക്ക് ഓടിപ്പോവാണ്. ഹീറോയിനും അവൾക്ക് പിന്നാലെ പോവാണ്. ആ കുട്ടി ഓർഫനേജിന്റെ ഓണർ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറകളുടെ അടുത്തേക്ക് പോയിട്ട് ഒരു കല്ലറ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇവിടെയാണ് ഉള്ളതെന്ന് പറയാണ്. ഹീറോയിൻ ആ കല്ലറയിലേക്ക് നോക്കുമ്പോൾ മെയ് 14 എന്ന് ഡേറ്റ് ഇട്ടിരിക്കുന്നത് കാണുകയാണ്. ഹീറോയിൻ ഫസ്റ്റ് അബോർഷൻ നടത്തിയ ഡേറ്റ് ആയിരുന്നു അത്. ഇത്രയും നാളും ഹീറോയിൻ ഭയപ്പെട്ടിരുന്നത് അനിയത്തിയുടെ കുഞ്ഞിന്റെ ഗോസ്റ്റിനെ കണ്ടിട്ടായിരുന്നില്ല, ഹീറോയിൻ അബോർട്ട് ചെയ്ത കുഞ്ഞിന്റെ ഗോസ്റ്റിനെ കണ്ടിട്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ഹീറോയിനും വിഷമത്തോടെ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ ഞാൻ ഇവിടെയാണ് ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇനി ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. ആ കുട്ടിയുടെ ഗോസ്റ്റും അവിടെ നിന്ന് മറിഞ്ഞു പോവാണ്. ഹീറോയിൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഓർഫനേജിന്റെ ഓണർ വരികയാണ്. ഈ ഓർഫനേജിന്റെ ഓണറിന് ഗോസ്റ്റിനെയൊക്കെ കാണാനുള്ള കഴിവുണ്ട്. ഹീറോയിൻ അവളുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഈ ലേഡി വന്നിട്ട് ഹീറോയിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ.
ഈ ലേഡിക്ക് ഗോസ്റ്റിനെ കാണാനുള്ള കഴിവുള്ള കാരണം ഈ കുഴിയുടെ ഗോസ്റ്റ് ആയിരുന്നു അമ്മയോട് പോയി സംസാരിക്കാനായിട്ട് ഓർഫനേജിന്റെ ഓണറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഹീറോയിൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ ഹീറോ സോഫയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട് അവന്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാണ് എന്നെ വിട്ടു പോയതെന്ന് പറഞ്ഞിട്ട് കരയാണ്. ഹീറോ കരഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നീ എന്നോട് സത്യങ്ങൾ മറച്ചു വെച്ചത് കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞിന് എന്തൊക്കെയോ പ്രോബ്ലംസ് വരുമെന്നും അതിനെ അബോർട്ട് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുകയാണ്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റും ഹീറോയിന് ഒരു വലിയ ഷോക്കും ഉണ്ടാകുന്നത്. ആ ആക്സിഡന്റിൽ ശരിക്കും മരിച്ചു പോയിരുന്നത് ഹീറോ ആയിരുന്നില്ല, ഹീറോയിൻ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഹീറോയിന്റെ ഫോട്ടോ ആയിരുന്നു. ഹീറോയിനും അത് വിശ്വസിക്കാൻ കഴിയാതെ ഷോക്കാവാണ്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഹീറോയിൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേഴ്സിന് പിന്നാലെ പോയതെല്ലാം അവളുടെ ആത്മാവായിരുന്നു. അവളുടെ അനിയത്തി വന്നിട്ട് അവളുടെ അടുത്തിരുന്ന് കരഞ്ഞത് ഹീറോയിൻ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടിട്ടായിരുന്നില്ല, അവളുടെ ഡെഡ് ബോഡി കണ്ടിട്ടായിരുന്നു അനിയത്തി കരഞ്ഞിട്ടുണ്ടായിരുന്നത്. വേലക്കാരിയെന്ന് കരഞ്ഞതും ഹീറോയിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടായിരുന്നു. ഹീറോയിൻ കരഞ്ഞുകൊണ്ട് ഞാൻ മരിക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് ജീവിക്കണം, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫോട്ടോസ് എല്ലാം തന്നെ തട്ടി താഴേക്കിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ സൗണ്ട് കേട്ടിട്ട് ഹീറോ അങ്ങോട്ട് വന്നിട്ട് ഇതാരായിരിക്കും ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് തിരിച്ചു വെക്കുകയാണ്. അവൻ ചുറ്റും നോക്കിയിട്ട് ഹീറോയിൻ്റെ പേര് പറഞ്ഞിട്ട് നീ ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചുറ്റും തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഡോക്ടർ അവരുടെ മകൻ്റെ അസ്ഥികളൊക്കെ ബുദ്ധ ടെമ്പിളിൽ കൊണ്ടുവെക്കണതായിട്ടും കാണിക്കുകയാണ്. പിന്നെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ഹീറോ കൊടുത്ത പാവയെയും കൊണ്ടുവന്നിട്ട് ഓർഫനേജിന്റെ ആ കല്ലറയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് ആ കല്ലറയിൽ വെക്കുകയാണ്. ആ പാവ അവളുടെ കുഞ്ഞാണ് എന്ന രീതിയിൽ അവിടെ തന്നെ അവൾ ഇരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതെല്ലാം തന്നെ ഓണർ ലേഡിയും കാണുന്നുണ്ടായിരുന്നു. ചില തെറ്റുകൾക്ക് മരിച്ചു പോയതിനു ശേഷവും മാപ്പ് ലഭിക്കില്ല എന്ന് അവരും പറയുകയാണ്. അടുത്തതായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് അബോഷനായിട്ട് ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണ്. ഡോക്ടർ അവളെ പിന്തിരിപ്പിക്കാൻ കുറേയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെന്റെ വീട്ടുകാരോട് എന്നെക്കൊണ്ട് പറയാൻ കഴിയില്ല എന്ന് അവൾ പറയാണ്. ഈ ഒരു സീനോട് കൂടിയാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. ഹൊററും അതോടൊപ്പം തന്നെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് നിറഞ്ഞൊരു മൂവിയായിരുന്നു ഇത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.